ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ച് നാളുകളായി തന്നെ സംഘർഷം തുടരുകയാണ് അല്ലേ? പല ചർച്ചകളും നടത്തി അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇന്ത്യ ഒരു മുഴം മുൻപേ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നീക്കങ്ങൾ ആരംഭിച്ചതല്ല, ഒരു മുഴുവൻ മുമ്പേ നീട്ടി എറിഞ്ഞു. അത് ഏതാണ്ട് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ 1961 62 കാലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. ഇനി അത് കൂടുതൽ വിശദീകരിച്ച് നമ്മൾ എന്താ പറയേണ്ടത്, നാണം കെട്ടുപോകും. കാരണം ചൈന ഇന്ത്യയുടെ ഭൂമി കൈവശപ്പെടുത്തുന്ന അവസരത്തിൽ നമ്മുടെ സൈന്യത്തിന് ആ അതിർത്തിയിലേക്ക് ചെല്ലാനുള്ള മാർഗം, പാത, റോഡുകൾ ഇല്ലായിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നെഹ്റു പറയുന്നത് ഒരു പുൽനാമ്പ് പോലും പൊടിക്കാത്ത സ്ഥലമെന്നാണ്. അങ്ങനെ പുൽനാമ്പ് പോലും പൊടിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എന്തിനാണ് ഈ ഭൂമി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ പിന്നെ ഇതെല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക, മൊത്തം രാജ്യവും അങ്ങ് വിട്ടുകൊടുക്കാമല്ലോ. ഇത്തരത്തിൽ അങ്ങനെ പറഞ്ഞാണ് അക്സായി ചിൻ ചൈന കൊണ്ടുപോയത്. അപ്പോഴും നെഹ്റു ചുരുട്ടും പോകെ ചിരിക്കുകയായിരുന്നു. നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് സൈന്യം വേണ്ട, പട്ടാളത്തെ പിരിച്ചുവിടാമെന്ന് പറഞ്ഞ ആളാണ്. എന്തിനാണ് സൈന്യം? സൈന്യത്തിൻ്റെ ആവശ്യമില്ല, ഇനിയൊരു യുദ്ധമൊന്നും ഉണ്ടാകത്തില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ അത്ര വലുതാണ്, അതുകൊണ്ട് ലോകം ഇനിയൊരു യുദ്ധത്തിലേക്ക് പോവില്ല. അന്ന് ഈ മണ്ടൻ നയം നമ്മൾ പിന്തുടർന്നിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു അവസ്ഥ? അത് 1947 ഇന്ത്യ വിഭജനം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാശ്മീർ നമ്മളോടൊപ്പം ചേരാതെ, പാകിസ്ഥാനോടൊപ്പം ചേരാതെ സ്വതന്ത്ര നിലപാടെടുത്തു. ആ കാശ്മീരിനെ പിടിച്ചടക്കാൻ, അതിനെ സായുധമായി ആക്രമിച്ചു പിടിച്ചെടുക്കാനായിട്ടാണ് പാക് സേന അവിടെ വന്നത്, അല്ലേ? എന്നാൽ പാക് സേന അവിടെ വരുമ്പോൾ ഈ അന്നുണ്ടാക്കിയ കരാറനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്ത് ലയിക്കാം, ചേരാം. അപ്പോൾ കാശ്മീരിന് ഇന്ത്യയോട് ചേരാനാണ് ആഗ്രഹമെങ്കിൽ ഇന്ത്യയോട് ചേരാം, അല്ല പാകിസ്ഥാനോട് ചേരാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചേരാം. ഇതായിരുന്നു അന്നത്തെ കരാർ, അതാണ്. പക്ഷേ ഈ കാശ്മീർ രാജാവ് ഒരിടത്തും ചേരാതെ നിന്നു. അവസാനം എന്താ സംഭവിച്ചത്? ഈ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകുകയും അവിടെ ജനങ്ങളുടെ സ്വൈര ജീവിതം ഭംഗപ്പെടുകയും ചെയ്തു. വലിയ വെല്ലുവിളിയായപ്പോൾ രാജാവ് ഇന്ത്യയോട് സഹായം ചോദിച്ചു. ഇന്ത്യ പറഞ്ഞു, സഹായിക്കാം, നിങ്ങൾ ഞങ്ങളോട് ചേരുമെങ്കിൽ സഹായിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കരാർ അങ്ങനത്താണ്. ഇന്ത്യ മര്യാദ പാലിച്ചു. അന്ന് ഈ നെഹ്റു എന്താ പറഞ്ഞത്? ഈ കാശ്മീർ വിഷയം കൈകാര്യം ചെയ്തത് തന്നെ നെഹ്റു കൊളമാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. അത് എത്ര നിഷേധിച്ചാലും ആ സത്യമല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബവും കൊളമാക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? കാണുകയല്ലേ ആ കൊളമാക്കാതെ. 2 ദിവസം മുൻപുള്ള പാർലമെന്റിലെ ചർച്ച എടുത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യക്ക് ഇപ്പോഴും എല്ലാം ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നു എന്നത്. അതെ, അവിടുന്ന് നെഹ്റുവിൽ തുടങ്ങി അത് ഇന്നിപ്പോൾ രാഹുലിൽ വന്ന് നിൽക്കുകയാണ്. അതിലേക്ക് അതല്ല നമ്മുടെ വിഷയം ചൈനയും ഇതുമായിട്ടാണ്. ഞാൻ സന്ദർഭവശാൽ അതിലേക്ക് പോയെന്നുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെ നെഹ്റു കുളമാക്കിയ ഈ വിദേശ നയം, അതിൻ്റെ ഒരു വലിയ ഭാഗം ഈ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കാര്യത്തിലുമുണ്ട്. അത് നെഹ്റുവിൻ്റെ ആ നയം നമ്മൾ എത്രയോ കാലം തുടർന്നിരുന്നു. നമ്മുടെ ബഹുമാന്യനായ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു. അദ്ദേഹവും പാർലമെൻറ്റിൽ പറഞ്ഞത് ഇതേ നയമാണ്. നെഹ്റു അന്ന് തുടർന്ന അതേ നയം നമ്മൾ റോഡൊക്കെ ഉണ്ടാക്കി അവിടെ വലിയ വികസന പ്രവർത്തനമൊക്കെ നടത്തിയാൽ ചൈനയുമായിട്ടുള്ള സംഘർഷം കൂടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിൻ്റെ നയം അതാണ്. ഈ നെഹ്റുവിൽ തുടങ്ങി ഈ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരെ ഈ രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള നയമാണ്. ആ നയം ഇതായിരുന്നു. ചൈനയോട് നമ്മൾ യുദ്ധത്തിന് വേണ്ട, നമ്മൾ ആരോടും യുദ്ധത്തിന് പോകുന്നില്ല, പക്ഷെ നമ്മുടെ ഭൂമി കയ്യേറാൻ വന്നാൽ വിട്ടുകൊടുക്കണം. അത് ദോക്ലാമിൽ നമ്മൾ കണ്ടു. ദോക്ലാമിലൊക്കെ എന്താണ് സംഭവിച്ചത്? ചൈന 2014 ശേഷമാണ് ചൈനയ്ക്ക് മനസ്സിലായത് ഇന്ത്യ എന്താണെന്നത്. അവിടെ നമ്മുടെ ഭൂമി കയ്യേറാനും നമ്മുടെ ചെക്ക് പോസ്റ്റ് ആക്രമിക്കാനും ശ്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു, ശക്തമായിട്ട് തിരിച്ചടിച്ചു. ഇത് 2014 മുതൽ ഈ കഴിഞ്ഞ ഏതാണ്ടൊരു വർഷം, ഈ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അത് സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് അത് നടക്കാതിരിക്കുന്നത്. കാരണം ഈ സംഭവിച്ചപ്പോഴെല്ലാം ചൈനയ്ക്ക് അതിൻ്റെ മാരകമായ പ്രഹരം കിട്ടി. ആ പ്രഹരത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ഇപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ ഇടപെടാതെ, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഭൂട്ടാൻ, നമുക്കറിയാം ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് ഭൂട്ടാൻ. ഒരു വളരെ ചെറിയ രാഷ്ട്രമാണ്.
അവിടെ അവിടുത്തെ നമ്മളെപ്പോലത്തെ ജനാധിപത്യമല്ല അവിടെ നിൽക്കുന്നത്, രാജഭരണമൊക്കെയാണ് അവിടെ ഉള്ളത്. എന്നാലും ഈ ഭരിക്കുന്ന ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. ആ ഭൂട്ടാൻ നമ്മൾ ഇന്ത്യയുമായിട്ട് വലിയ സഹകരണത്തിലാണ്. അപ്പോൾ ഭൂട്ടാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ നല്ല റോഡുകളില്ല. അറിയാം, അതൊരു മലമ്പ്രദേശമാണ്, പറയുന്നത് പോലെ ഒരു ഹൈ റേഞ്ച് ഏരിയയൊക്കെയാണ് കൂടുതലും. അപ്പോൾ അവിടുത്തെ രാജാവും അവിടുത്തെ ഭരണാധികാരികളും നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി. അങ്ങനെ നമ്മുടെ ഈ സൈന്യത്തിൻ്റെ തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, BRO എന്ന് പറയുന്നൊരു വകുപ്പ് നമുക്കുണ്ട്. ആ ഓർഗനൈസേഷൻ ഭൂട്ടാനിലെ റോഡുകളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ ഡോക്ലാം അടക്കം അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്, ഒരു വശത്ത് ഭൂട്ടാനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഭൂട്ടാന് കൃത്യമായിട്ട് ഈ ചൈനയുടെ അതിർത്തി വരെ റോഡ് സൗകര്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം നമുക്കും കിട്ടും. നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ നമുക്കത് വിനിയോഗിക്കാം. അങ്ങനെയാണ് ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് അവരുമായിട്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ റോഡുകൾ നിർമ്മിച്ചു കൊടുത്തു. നല്ല ഗംഭീരമായിട്ട് മികച്ച റോഡുകൾ നമ്മൾ നിർമ്മിച്ചു. അത് ഈ ദോക്ലാമിന് സമീപത്ത് ഭൂട്ടാനിലെ ഹാ വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ദോക്ലാമിൽ നിന്ന്. അത് 254 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വന്നത്. ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരം ആ റോഡുണ്ട്. അപ്പോൾ അതിർത്തിയിൽ 60 കിലോമീറ്റർ ദൂരം റോഡ് നമ്മൾ കൃത്യമായിട്ട് നിർമ്മിച്ച് ഭൂട്ടാന് കൈമാറി. അതിന് നമ്മൾ ആകെ വച്ചിരിക്കുന്ന കണ്ടീഷൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കും അത് ഉപയോഗിക്കാൻ നൽകണം എന്നാണ്. അവരത് സന്തോഷപൂർവ്വം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കരാറിലേർപ്പെട്ടതും നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ചൈന നമ്മുടെ അതിർത്തിയിൽ നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു, അതിർത്തി പ്രദേശം കയ്യേറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ ഒരു തെക്ക് പടിഞ്ഞാറൻ ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, അതാണല്ലോ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്, നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ വടക്ക് വശം ഒക്കെയാണ് വരുന്നത്. ആ അതിർത്തിയിൽ ചൈനയ്ക്ക് വെള്ളം ആവശ്യമുണ്ട്. ഈ വെള്ളം ചൈനയ്ക്ക് കിട്ടുന്നതിൽ, ചൈനയിൽ നദികളും ആവശ്യത്തിന് ഇതുമൊക്കെയുണ്ട്, പക്ഷേ ഈ അതിർത്തി പ്രദേശത്ത് അവർക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്നേ കിട്ടുള്ളൂ. ഈ ഭാഗത്ത് വലിയ തടാകങ്ങളുണ്ട്, അതെല്ലാം ഇന്ത്യയുടെ കൈവശമാണ് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ തടാകങ്ങൾ പിടിച്ചെടുക്കണം. ഈ ശുദ്ധജല തടാകങ്ങൾ അടക്കമുണ്ട്, ചെറിയ ചെറിയ തടാകങ്ങളാണ്. ആ തടാകങ്ങൾ പിടിച്ചെടുത്താൽ ആ പ്രദേശത്ത് നല്ല രീതിയിൽ വെള്ളം കിട്ടും. ആ വെള്ളം കിട്ടുന്നതിലൂടെ അവിടെ ഈ ജനവാസം ഉറപ്പുവരുത്താം. ഇപ്പോൾ അവിടെ ജനങ്ങൾക്ക് വന്ന് താമസിക്കാൻ സാധിക്കില്ല, കാരണം വെള്ളം കിട്ടുന്നില്ല. അടിസ്ഥാനപരമായിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ചൈന നമ്മുടെ ഈ അതിര് മാന്തുന്ന, സർവേകല്ല് മാറ്റി കുഴിച്ചെടുത്ത് അതിര് മാന്തുന്ന പരിപാടി ഉണ്ടല്ലോ, പഴയ ഈ മൂപ്പിലാന്മാർക്ക്, അതുപോലത്തെ പരിപാടി ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അതിർത്തി പ്രദേശത്തുള്ള ചെറിയ തടാകങ്ങൾ അവരുടെ കൈവശം വേണം. അങ്ങനെ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടുകൊടുത്താൽ, ഇന്ന് അത് കൊടുത്താൽ നാളെ വേറൊന്ന് ചോദിക്കും. ഇന്ന് തടാകം ചോദിക്കുന്നവർ നാളെ നദി ചോദിക്കും, നദിയിലെ വെള്ളം ചോദിക്കും, പിന്നെ നാളെ മറ്റു പലതും ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യത്തിനും അവരുടെ അതിർത്തി കാക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് രവീന്ദ്രനാഥ് ടാഗോർ പാടിയതുപോലെ ഏകലോകമൊക്കെ നമുക്ക് പാടാം, പക്ഷെ അത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സംബന്ധിച്ച് ഭരണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആ നയം നമുക്ക് പാലിക്കാൻ പറ്റില്ല. നമ്മൾ വസുദൈവ കുടുംബം എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. ലോകമേ തറവാട് എന്ന് തന്നെ ആയിരിക്കണം. പക്ഷേ അതിർത്തി സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ബലവാന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ബലവാനോട് ഏറ്റുമുട്ടാൻ വേറെ ഒരു ബലവാനും ശ്രമിക്കില്ല. കാരണം ബലമുള്ളവനോട് ഏറ്റുമുട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും നാശമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാ ബലവാന്മാർക്കും ഉണ്ട്. അത് ചൈനയ്ക്കും ഉണ്ട്, അമേരിക്കയ്ക്കും ഉണ്ട്. അത്തരം ബലഹീനനാണ് ഈ വലിയ ബഹളമൊക്കെ കാണിച്ച് ഇലേരി അച്ചു കളിക്കുന്നത്. ഈ ബലഹീനനാണ്. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യയുടെ അടുത്ത് വന്ന് തോണ്ടുന്നത്. ഇത് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ ദൗർബല്യമാണ് എന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചൈനയും ഒരു പരിധിവരെയൊക്കെ കരുതുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലെന്നിപ്പോൾ മനസ്സിലായി എല്ലാവർക്കും. അത് ഇവിടെ ഈ ഭൂട്ടാൻ അതിർത്തിയിലും കുറെ കൂടി തന്ത്രപ്രധാനമായിട്ട്, വളരെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സൈനിക നീക്കം നടത്താൻ നമുക്ക് ഭൂട്ടാൻ്റെ ഈ റോഡുകൾ വലിയ സഹായം ചെയ്യും. അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ച് ചൈന ഇനി 10 വട്ടം ആലോചിക്കും ഇന്ത്യയുടെ അതിര് മാന്തുന്നതിനെക്കുറിച്ച്. ആ 10 വട്ടം ആലോചിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇന്ത്യയുടെ അതിര് മാന്താൻ പോയാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമായിരിക്കില്ല അടി, വേറെ വശത്തുനിന്നും
അടി വരും എന്നുള്ള കാര്യം ചൈനയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ചൈന ഇന്ത്യയുമായിട്ട് ഇപ്പോൾ നല്ല സഹകരണത്തിലാണ്. അവരൊരു വിഷയത്തിലും ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടാൻ വരുന്നില്ല. അവർക്കറിയാം ഇന്ന് ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വളർച്ച കാണിക്കുന്നതും ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയെ പിണക്കാതെ ഇന്ത്യയുമായിട്ട് സഹകരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് ചൈനയ്ക്കും തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് ചൈന ഇപ്പോൾ നമ്മളോട് ഒരു ഏറ്റുമുട്ടലിൻ്റെ മാർഗം വിട്ടിട്ട് സമവായത്തിൻ്റെ മാർഗം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഭൂട്ടാനിലെ ഈ റോഡ് നിർമ്മിക്കുക വഴി, ഭൂട്ടാനിൽ മാത്രമല്ല നമ്മൾ അതിർത്തിയിലെമ്പാടും ഈ ബോട്ട്സ് ആൻഡ് റോഡ്സ് ഓർഗനൈസേഷൻ BRO റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയിലും നിർമ്മിച്ചു കഴിഞ്ഞു. നമ്മൾ പഴയതുപോലെ റോഡ് നിർമ്മിക്കാതെ നമ്മൾ അവിടെ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ വെറുതെ അങ്ങ് ഇട്ടിരുന്നാൽ ഈ ശത്രു ഈ പറയുന്നത് പോലെ ശത്രുവും അവിടെ മിണ്ടാതിരിക്കും എന്നുള്ള നയം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്ത്രപ്രധാനമായ മേഖലകളിൽ റോഡുകൾ നിർമ്മിച്ച് അവിടെ വികസനം കൊണ്ടുവന്ന് നമ്മുടെ അതിർത്തി സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അതിന് ഭൂട്ടാനെയും നമ്മൾ അങ്ങോട്ട് സഹായിച്ചു, ഭൂട്ടാൻ തിരിച്ചും നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ചെന്നെത്തിയിരിക്കുകയാണ്.